ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. നമ്മുടെ കമല ശിവശങ്കറിന് യാതൊരു രീതിയിലുള്ള സൗകര്യം കൊടുക്കുന്നില്ല. നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യാതിരുന്നോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശിവശങ്കറും അലീനയും കൂടെ അല്ല, അവിടെ ബാലചന്ദ്രനും അലീനയും കൂടി ചേർന്ന് ആ രോഹിത്തിനെ പുറത്തിറക്കുക. കാരണം അവന് ജാമ്യം കിട്ടും. ജാമ്യം കിട്ടാൻ അവൻ നിരപരാധി ആക്കും. നിങ്ങളുടെ മോന് വേണ്ടി ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ. കാരണം ഒരു ഗുണം നിങ്ങളെ കൊണ്ടില്ല. കാരണം മകൻ ജയിലിൽ പോയി കഴിഞ്ഞ് അവന് ശിക്ഷാവരം കിട്ടിക്കഴിഞ്ഞ് ഞാനിവിടെ നിങ്ങളെ ഇരുത്തത്തില്ല. മാത്രമല്ല ഞാനിവിടെ ജീവനോടെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ആ ബാലചന്ദ്രനെ വിളിക്കുക എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ എന്നെ ചെയ്യില്ല, നിങ്ങൾ വിളിച്ച് പറ, അലീനയെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ പറയാം. എന്നാൽ ശരി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശിവശങ്കരനെ വിളിക്കുക, അല്ല ബാലചന്ദ്രനെ വിളിക്കണം. ശിവശങ്കരൻ എന്നിട്ട് ചോദിക്കുക, ബാല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറയാം, എന്നെ ചെയ്യാനാ ബാലേട്ടാ, അല്ല ശിവേട്ടാ. സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാളത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ കൊച്ചിൻ്റെ മൊഴി പോലെ ഉണ്ടല്ലോ. മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അനുകൂലം അല്ലാതെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജാമ്യം കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ലെന്നുണ്ട്. അപ്പം ഹരിയുടെ കാര്യം കൂടെ ഹരിയുടെ കാര്യം എന്നാ ചെയ്യുന്നത്. അവൻ ഒരു 2-3 വർഷം പ്രേമിച്ച് വളച്ചൊരു പെങ്കൊച്ചിനെ ഇല്ലാതാക്കി തൻ്റെ കൂട്ടുകാർക്കൂടെ കാഴ്ചവെച്ച അവനെപ്പോലെ നാറിക്ക് വേണ്ടി എൻ്റെ അടുത്ത് എന്താ വരുന്നത്, എൻ്റെ കാര്യം എൻ്റെ അടുത്ത് എന്തിനാ അവനെക്കുറിച്ച് പറഞ്ഞത്. എൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ അവിടെ വന്നു പോയതൊരു തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിപ്പം എന്തോ ഒരു തുമ്പ് കിട്ടിയതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ. കാരണം ഇപ്പം അവന് വേണ്ടി ജാമ്യമെങ്കിലും കിട്ടുന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മകൻ അല്ലെ പിന്നെ ആ കൊച്ച് അത്ര ഉപദ്രവിക്കപ്പെട്ട് വീട്ടിൽ കിടക്കേണ്ടി വരുമോ? അല്ല ആ കൊച്ചിൻ്റെ കുടുംബവും അനുഭവിക്കാത്ത വേദന നിങ്ങളുടെ മകൻ കാണിച്ച പരിപാടി കൊണ്ടല്ലേ. അതുകൊണ്ട് പറയുക, കാരണം മേലെ അവൻ്റെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞേക്കരുത്. അവന് ജാമ്യമില്ല, അവന് ശിക്ഷ തന്നെ കിട്ടണം. അവന് ശിക്ഷ കിട്ടില്ല. അവനെ പോലെയുള്ള നാറികൾ ഉള്ളതുകൊണ്ടാണ് ഈ ലോകത്തുള്ള പല പിള്ളേരും പിഴച്ചു പോകുന്നത്. അവനെപ്പോലുള്ള ഈ ശിക്ഷ അവന് കിട്ടിയാൽ മാത്രമേ പലരും പഠിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള ശിക്ഷ കിട്ടും. അതുകൊണ്ട് യാതൊരു രീതിയിലും പോകരുത്, മറ്റുള്ളവർക്ക് അത് മാതൃകയാകും. അതുകൊണ്ട് അപ്പം നിങ്ങളുടെ മകൻ ബാലൻ്റെ മകൻ കൊള്ളാം കേട്ടോ. കാരണം അവനും ഇതിൻ്റെ ഉൾപ്പെട്ടില്ല. എന്നെ ഉൾപ്പെട്ടെന്ന് പറഞ്ഞാൽ അവന് കൂട്ടുചേർന്ന് അല്ലെങ്കിൽ കൂടെ നിന്നുള്ള ഒറ്റൊരു കാരണം മാത്രം അവൻ ടച്ച് ചെയ്ത് പോലും നോക്കിയിട്ടില്ല. അതുകൊണ്ട് അവനിപ്പം 10-30 ദിവസം മേലെയായിട്ട് അനുഭവിക്കുന്നുണ്ട് വേദന. അത് തന്നെ അവന് ധാരാളം അവൻ തോന്നുന്നു. പിന്നെ ഈ കാര്യം പറഞ്ഞ് ഇനി എൻ്റെ അടുത്ത് വിളിച്ചേക്കരുത് പറയാനെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുവാണ്. അതുകൊണ്ട് ബാലേട്ടും കമല പറയാം, കണ്ടോ നിങ്ങളുടെ അളിയനും കൊള്ളാം, പെങ്ങളും കൊള്ളാം, ഒരു ഗുണവും ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്കെന്നാൽ അവരുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ? അവരുടെ കൂടെ കൂട്ടുകൂടാനോ ഒന്നും കൂടുതലില്ല. അല്ലെങ്കിൽ സ്വന്തം ആങ്ങളുടെ മകനല്ലേ, അല്ലെ അളിയൻ്റെ മകനല്ലേ, നമുക്ക് കാര്യത്തിന് വേണ്ടി അതായത് അലീനെ കൊണ്ട് പറയിപ്പിച്ച് അവിടെ പോയി ശരണയെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടത്തില്ലേ? ഇതൊന്നും ചെയ്യത്തില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കമല പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അതോട്ട് കയറിപ്പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റൂമിൻ്റെ അകത്തുകൊണ്ട് രാത്രി നടക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രനോട് അലീന വന്ന് ചോദിക്കുക, എന്നാ അച്ഛ ഇങ്ങനെ നടക്കുന്നത്, എന്നെ ടെൻഷൻ നിൽക്കുന്നത്. മോളെ നാളത്തെ കാര്യം കൊടുത്തിട്ട് എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പോയി. നാളെ എന്താ നടക്കുന്നത്, കോടതിയിൽ എന്താ നടക്കാൻ പോകുന്നത്, കാരണം ആ കൊച്ച് നമുക്ക് അനുകൂലമായിട്ട് പറയുമോ എന്നൊക്കെ ഒരു ധാരണ എന്ന് പറയാം. അച്ഛൻ പേടിക്കേണ്ട അച്ഛ, അതായത് സൗര്യമായിട്ട് കിടക്കാൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. കാരണം അവൾക്ക് മനസ്സിലിത്തിരി കരുണയുള്ള പെണ്ണാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും നമ്മളോട് ഇത്തിരി കൂടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അല്ലെങ്കിൽ അവൾ അങ്ങനെ രോഹിത് കുറ്റക്കാരെന്ന് പോലും പറയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പം ശരി മോളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ബാലചന്ദ്രനെ സമാധാനിപ്പിച്ചിട്ട് നേരെ വന്നിട്ട് എന്ത് കാര്യം കൊണ്ടെല്ലാം തുറന്നു പറയാൻ ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടിയാണല്ലോ. രേവതിക്കുട്ടി വിളിക്കുക, രേവതിക്കുട്ടി എന്നാണ് വിശേഷം എന്ന് പറഞ്ഞു. നല്ല വിശേഷം ചോദിച്ചു. എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ എന്നാ പറയാനാ മോളെ, ഇവിടെ ആകെ എല്ലാവരും ടെൻഷനില്ല. കാരണം എന്ന് പറഞ്ഞാൽ നാളത്തെ കാര്യം എന്താണെന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് ഇതെന്താകാനാ? കാരണം നിങ്ങളെ ആങ്ങളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഉറപ്പായിട്ട് ശിക്ഷ കിട്ടിയിരിക്കണം. അവന് കിട്ടണം. അവനെപ്പോലെയുള്ള കിട്ടിയില്ലെങ്കിൽ അതിശയം എന്ന് പറയുമ്പോഴത്തേക്ക് മോളെ നീ എന്തേ പറയുന്നത്, നിന്നെ ഇത്തിരി ആശ്വാസത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അതല്ല, ചേച്ചീനെ പോലും റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതല്ല ചേച്ചിയുടെ പുന്നാരാങ്ങള, അവന് വേണ്ടിയാണ് ചേച്ചി നാമനിക്കുന്നത്. അതെല്ലാം ഒരു സമയത്ത് നടന്നു പോയി മോളെ. പക്ഷെ അതിനെല്ലാം ചേർത്താണ് ദൈവം അവനൊരു ഇത് കൊടുത്തേക്കുന്നത്. ഇനി അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അത് ചെയ്യത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എത്രയെന്ന് പറഞ്ഞാലും ചേച്ചിയുടെ ആങ്ങളെയാണെന്ന് എനിക്ക് മനസ്സിലാണ്. പക്ഷേ എനിക്ക് പറയണമെന്നില്ല. എനിക്ക് ചേച്ചീനെയൊക്കെ അവൻ ഉപദ്രവിച്ച കാര്യം ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് പോവുക, ഇവനും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവനും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ പറയാം. ഇല്ല മോളെ, അവൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ ശരണയെ പറയുന്നത് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേച്ചി എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. ചേച്ചി പേടിക്കേണ്ട ചേച്ചി, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാരണം നാളെ കോടതിയിൽ ദൈവം തന്നെ വന്ന് സാക്ഷി പറയും. ചേച്ചി ഒന്നും ഓടിക്കൊണ്ട് പോയി പ്രാർത്ഥിക്കുക, പ്രജിത്താമ്മേനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള രീതിക്ക് പറഞ്ഞു കൊണ്ടാണ്. ശരി മോളെ എന്നൊക്കെ പറഞ്ഞിടത്ത് ഇപ്പം നേരെ പോകുന്ന പ്രജിത്താമ്മേനെ അകത്തുള്ള
ഒരു റൂമിൻ്റെ അത് ബ്രൈത്താമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചെന്നിട്ട് പറയാം, ബ്രൈത്താമ്മ എൻ്റെ അനിയന് നാളെ ജാമ്യം, അത് രോഹിത്തിന് ജാമ്യം കിട്ടണം, അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കണം, അതിനുവേണ്ടി ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതായിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ നമ്മൾ, അങ്ങനെയാണ് കണക്കാക്കുന്നത് നമ്മുടെ ബ്രൈത്താമ്മ ഇവരെല്ലാവരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ബ്രൈത്താമ്മ ദൈവത്തോട് അപേക്ഷിക്കണം എനിക്ക് വേണ്ടി, അത് എൻ്റെ കുടുംബത്തിന് വേണ്ടി. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ടായത്. പക്ഷേ ഇതിന് നല്ലതാണോ ചീത്തയാണോ അറിയത്തില്ല. പക്ഷേ എല്ലാം കൂടെ കൂടിക്കലർന്നൊരവസ്ഥ, ഇത് നിങ്ങൾ എങ്ങനെയും ഒന്ന് പ്രാർത്ഥിച്ച്, എങ്ങനെയും അപേക്ഷിച്ച് എനിക്ക് വേണ്ടി ചെയ്തു തരാമെന്നുള്ള പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുവാണ്. അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോൾ നമ്മുടെ വൈജയനാണ്. വൈജയൻ എന്ന് പറയുമ്പോഴത്തേക്ക് വൈജയൻ ഇങ്ങനെ ആശുപത്രി കിടക്കണം. ആശുപത്രി കിടന്നുകൊണ്ട് ഇങ്ങനെ ഫോൺ വിളിക്കുക. എന്താ, അതായത് അലീനയും ബാലചന്ദ്രൻ കൂടെ എറണാകുളത്ത് പോയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്താവും എങ്ങനെയാണെന്ന് ഉറപ്പെടുത്തില്ലാതെ നിൽക്കുമ്പോഴത്തേക്ക് വൈജി വിളിച്ച് ചോദിക്കുന്നുണ്ട്. പവിതയെ വിളിക്കുമ്പോൾ പവിതയുടെ ഭയങ്കര തിരക്ക്, അതായത് സ്പീഡ് ഇങ്ങനെ ടൈപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. തന്നെ കാമുവിനാണോ അതെന്ന് അറിയത്തില്ല. ഭയങ്കര രീതി സ്പീഡ് ഭയങ്കര രീതി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, എടി നീ എന്താ എന്നെ വിളിക്കാത്ത, നീ എന്താ അവിടുത്തെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നും പറയാത്തതെന്ന് എനിക്ക് അമ്മയ്ക്ക് എന്നെ ഇപ്പോൾ അറിയേണ്ടതെന്ന് ചോദിച്ചാൽ, അല്ല നിൻ്റെ അച്ഛനും ബാലചന്ദ്രനും അല്ല അലീനയും കൂടെ ചേർന്ന് എല്ലാം എറണാകുളത്ത് തന്നെ കറങ്ങാൻ പോയില്ലേ, അവളുടെ കാര്യത്തിന് വേണ്ടി, അത് രോഹിത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോയിട്ട് എന്തായെന്ന് പറയും. അത് ഒന്നും ആയിട്ടില്ല എന്ന് പറയാം. പിന്നെന്തിനാ പോയത്, അത് ചുമ്മാ പോകുന്നില്ല, കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയതാ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ, അല്ല അവൻ അവിടെ ചെന്നിട്ട് DYSP കാണണമെന്നോ അല്ലെങ്കിൽ SP അല്ല DGP കാണണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്, എന്തായ കാര്യം എന്ന് പറയുന്നത്. അതേ വേറൊന്നല്ല, അന്ന് അലീനനെ പിടിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് അന്ന് ഈ രേവതിക്കുട്ടി നിൽക്കുന്ന വീട്ടിലെ അങ്കിളും ഈ DYSP ആയിട്ട് കണക്ഷനുണ്ട്. അപ്പോൾ അവരുടെ ആ കണക്ഷൻ വെച്ചാണ് അലീന ചേച്ചിനെ ഇറങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ പോയി കാണാൻ വേണ്ടി പോയതാണ്. അവർ പോയിട്ട് വലിയ രീതിയിലൊന്നും ആയിട്ടില്ല, പക്ഷെ നല്ല സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വെറുതെ ആടി, അതൊക്കെ അവർക്ക് ചുമ്മാ കറങ്ങാൻ പോയതാ, നിൻ്റെ അപ്പനെ മയക്കെടുത്തുകൊണ്ട് കറങ്ങാൻ പോയതാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കിന്ന് ഇതറിയുന്ന അമ്മ എന്താ ആവശ്യമില്ല പറയുന്നതൊക്കെയുള്ള ഭവിത പറയുന്നുണ്ട്. നിനക്കിതൊന്നും അറിയത്തില്ല ചോദിക്കും. എനിക്ക് ഇതൊക്കെ ഞാനെന്തിനാ ഇതൊക്കെ തിരക്കുന്ന, അവളുടെയും അച്ഛൻ്റെ കാര്യത്തൊക്കെ ഞാനെന്തിനാ നിനക്ക് തിരക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, നീ അവർ വെറുതെ ആയിരുന്നു, നീ ഫോൺ നമ്മുടെ കൃഷ്ണമൂർത്തി കൊടുക്കാൻ പറയും. ആ കൃഷ്ണമൂർത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞാൽ കൃഷ്ണമൂർത്തി മേടിക്കുകയാണ്. കൃഷ്ണമൂർത്തി എൻ്റെ അടി അവിടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എങ്ങനെ പോകുന്നു എൻ്റെ പോലെ അവിടെ പോയിട്ടെന്താ ഇല്ലമ്മ പറഞ്ഞിട്ടുണ്ട്. അത് SP പോയി അച്ഛനും ലിനി ചേച്ചി പോയി കണ്ടിട്ടുണ്ട്. അവർ കാര്യങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുക, ജാമ്യം കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മൊഴി മാറ്റി പറയുന്നത് അത് നമ്മുടെ ശരണ്യെ മൊഴി മാറ്റി പറയുന്നതിൻ്റെ ഒരു കാര്യത്തിലാണ് ഇവിടെ ഇരിക്കുന്ന ഒരു ഇതിന് മാത്രം ഇരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, അങ്ങനെയാണോ ശരി, അങ്ങനെയാണോ ഒരു കാര്യം എന്നാലും നീ അവിടെ ഉള്ളതുകൊണ്ട് ഈ ഭവിത ഒന്നും കാര്യങ്ങൾ അറിയുന്നില്ല, ഒന്നുമില്ല. നീ എങ്കിലും ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണമെന്ന് പറയുമ്പോൾ, അപ്പോൾ അമ്മ വേറെ വീടൊക്കെ എടുക്കുമെന്ന് പറയുന്നിട്ട് അല്ലെന്ന് പറയുന്നത്, അതൊക്കെ ഞാൻ വേറെ വീടെടുക്കുക, അതുകൊണ്ട് ഇപ്പോൾ എന്താ കാര്യം എന്ന് പറയുമ്പോൾ, അപ്പോൾ അമ്മ ഒരു കാര്യം വേണ്ട, അമ്മ മര്യാദയ്ക്ക് അഹങ്കാരമൊക്കെ കുറച്ചിരിക്കും. ഞാൻ അഹങ്കാരം നീ എന്തിനീ പറഞ്ഞത്, അല്ല അമ്മ അച്ഛനുമായിട്ടുള്ള പിണക്കവും കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റിയിട്ട് ഇവിടെ വരുവാണെങ്കിൽ നല്ലതല്ലേ ചോദിക്കുമ്പോഴത്തേക്ക് കുറേ ഞാനെന്തിനാ പിണക്കം മാറ്റുന്നത്, കാരണം ഞാൻ അവിടെ അലീനയുള്ള വീട്ടിൽ ഞാൻ വരുത്തില്ലെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ചേച്ചി ചേച്ചി ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അമ്മ ഇവിടെ കയറാമെന്ന് ഉദ്ദേശിക്കണം. അമ്മയ്ക്ക് നല്ല രീതിയിൽ തീരുമാനിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ആവശ്യമില്ലാത്ത രീതി സംസാരിച്ചുകൊണ്ട് ഈ വീട്ടിൽ കയറാൻ പാടില്ല, ഒന്നും അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറയുവാണ്. അപ്പോൾ തന്നെ ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ളതാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അതിൽ ഈ ചാനൽ കാണുന്ന ആരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി കൂടി ഓർമ്മിച്ചിട്ട് വീണ്ടും വിടുപെറുമെന്ന് സൈനിങ് ഓഫ്. താങ്ക് യു.